നമസ്കാരം. പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കരുത് സർക്കാരെ. നിങ്ങൾ നൽകുന്നത് ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണ്. വയനാട് ദുരന്തത്തിന്റെ ഇരകളായ പാവപ്പെട്ട മനുഷ്യരെ പുനരധിവസിപ്പിക്കുമെന്ന വാഗ്ദാനം നൽകി മാസങ്ങൾ പിന്നിടുമ്പോഴും ടൗൺഷിപ്പ് പദ്ധതി കേവലം പ്രഖ്യാപനങ്ങളിലും ആഡംബരപൂർണമായ ഉദ്ഘാടനങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് അത്താണിയാകേണ്ട നമ്മുടെ സർക്കാർ അവരുടെ കണ്ണീരിനെ പോലും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന് അപമാനകരമാണ്. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും പദ്ധതി പ്രദേശം ഇന്നും താമസയോഗ്യമല്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഭരണകൂടം ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നുണ്ട് അല്ലെ. ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇന്നും മുക്തരാകാത്ത ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും നിവാസികൾക്ക് നൽകുന്നത് സർക്കാരിന്റെ ഔദാര്യമല്ല, മറിച്ച് അത് അവരുടെ അവകാശമാണ്, പൗരാവകാശം. ചൂരൽമലയിലെ മനുഷ്യർക്ക് മാന്യമായ താമസ സൗകര്യം ഒരുക്കുക എന്നത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം തന്നെയാണ്. എന്നാൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ കാണിക്കുന്ന മെല്ലെപ്പോക്കും അനാസ്ഥയും മാപ്പർഹിക്കാത്തതാണ് എന്ന് ശക്തമായി പറഞ്ഞുകൊള്ളട്ടെ. മൂന്നാം ഊഴം ലക്ഷ്യമിട്ട് നടത്തുന്ന PR ഗിമിക്കുകളുടെ ഭാഗമാണോ ഈ തിടുക്കത്തിലുള്ള ഉദ്ഘാടനങ്ങൾ എന്ന് ജനങ്ങൾ ഇന്ന് സംശയിക്കുന്നുണ്ട്. കെട്ടിടങ്ങൾ പണിയുന്നതിനേക്കാൾ മുൻപേ ഫോട്ടോ എടുക്കാനും അതിന് പ്രചാരണം നൽകാനും കാണിക്കുന്ന ഉത്സാഹം നിർമ്മാണ കാര്യത്തിൽ കാണുന്നതേയില്ല. അത് നിർമ്മാണ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. പാവപ്പെട്ടവന് തല ചായ്ക്കാൻ ഒരിടം ഒരുക്കുന്നതിലല്ല, മറിച്ച് അതിന്റെ പേരിൽ മൈലേജ് ഉണ്ടാക്കുന്നത് തന്നെയാണ് സർക്കാർ താല്പര്യമെന്ന് ഈ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. പുനരധിവാസത്തിനായി കണ്ടെത്തിയ ഭൂമിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ ജനങ്ങളെ അവിടേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത് അവരെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിയിടുന്നതിന് തുല്യം തന്നെയാണ്. ദുരിതത്തെ അതിജീവിച്ച ജനതയാണവർ. കൃത്യമായ പ്ലാനിങ്ങോ സുരക്ഷാ പരിശോധനകളോ ഇല്ലാതെ വെറും കെട്ടിടങ്ങൾ മാത്രം ഉയർത്തിയാൽ അത് പുനരധിവാസമാകില്ല. വാടക വീടുകളിലും ബന്ധുവീടുകളിലും അഭയാർത്ഥികളെ പോലെ കഴിയുന്ന പാവങ്ങളെ ഇനിയും പ്രതീക്ഷകൾ നൽകി വഞ്ചിക്കരുത് എന്നാണ് പറയാനുള്ളത്. ഓരോ ദിവസവും അവർ കാത്തിരിക്കുന്നത് സ്വന്തമായ ഒരു മേൽക്കൂരയ്ക്ക് വേണ്ടി തന്നെയാണ്. ആ കാത്തിരിപ്പിനെ പരിഹസിക്കുന്ന രീതിയിലാണ് പദ്ധതിയുടെ ഇപ്പോഴത്തെ പോക്ക് എന്ന് പറയാതെ വയ്യ. LDF നേതൃത്വം നൽകുന്ന ഭരണകൂടം ജനകീയ മുഖംമൂടി അണിഞ്ഞ് പാവങ്ങളെ വഞ്ചിക്കുന്നത് നിർത്തുക തന്നെ വേണം. ചൂരൽമല നിവാസികൾ അർഹിക്കുന്ന സഹായങ്ങൾ അവർക്ക് കിട്ടണം. അത് സർക്കാരിന്റെ ഔദാര്യമെന്നോ മുഖ്യമന്ത്രിയുടെ കരുണയെന്നോ വ്യാഖ്യാനിക്കുന്നത് തെറ്റായ കീഴ്വഴക്കം തന്നെയാണ്. നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാൻ കഴിയാത്തത് ഭരണപരമായ പരാജയം തന്നെയാണ്. ഇതൊന്നും പറയാൻ ആർക്കും ഇവിടെ ധൈര്യം കാണില്ല എന്ന് മാത്രം. രാഷ്ട്രീയ ലാഭത്തിനായി പാവപ്പെട്ടവന്റെ ജീവിതം വെച്ച് പന്താടുന്നത് അവസാനിപ്പിക്കണം. അവർക്ക് വേണ്ടത് ഫോട്ടോ പ്രദർശനങ്ങളൊന്നുമല്ല, സുരക്ഷിതമായ വീടുകളാണ്. അത് ഒരുക്കി കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് ലഭിക്കേണ്ടത് അവരുടെ അവകാശവും. വയനാട്ടിലെ പുനരധിവാസ പദ്ധതികളുടെ മെല്ലെപ്പോക്ക് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മൾ കാണരുത്, മറിച്ച് ഭരണ സംവിധാനത്തിന്റെ ആകെ തുകയായ പരാജയത്തിന്റെ പ്രതിഫലനം കൂടിയാണത്. ദുരന്തമുഖത്ത് ഫോട്ടോ എടുക്കാനും വൈകാരികമായ പ്രസംഗങ്ങൾ നടത്താനും കാണിക്കുന്ന ആവേശം പ്രായോഗികമായ നടപടികളിലേക്ക് വരുമ്പോൾ എങ്ങോട്ടോ പോയി മറയുന്നു എന്നത് വളരെ ഗൗരവകരമായ ചോദ്യമാണല്ലേ. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും മനുഷ്യർക്ക് വേണ്ടത് സർക്കാരിന്റെ ഔദാര്യ പ്രഖ്യാപനങ്ങളല്ല, മറിച്ച് തകർന്നു പോയ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള സുരക്ഷിതമായ മണ്ണും മേൽക്കൂരയുമാണ് അവർക്ക് ആവശ്യം. അത് ഭരണഘടന അവർക്ക് നൽകുന്ന മൗലികമായ അവകാശം കൂടിയാണ്. ആ അവകാശത്തെ പബ്ലിക് റിലേഷൻസ് ഗിമിക്കുകൾക്ക് കൊണ്ട് മൂടി വെക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം ക്രൂരമാണ് എന്ന് പറയാതെ വയ്യ. ടൗൺഷിപ്പ് നിർമ്മാണത്തിലെ അനാസ്ഥ പരിശോധിച്ചാൽ ഉദ്ഘാടന മാമാങ്കങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പാവപ്പെട്ടവർക്ക് അവിടേക്ക് താമസം മാറാൻ കഴിയാത്ത അവസ്ഥ നമുക്ക് കാണാവുന്നതാണ്. അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള കുടിവെള്ളം, അതുപോലെ വൈദ്യുതി, റോഡ് എന്നിവ ഉറപ്പാകാതെ കെട്ടിടങ്ങൾ മാത്രം പണിത് കയ്യടി നേടാൻ ശ്രമിക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമല്ലേ. മൂന്നാം ഊഴം തന്നെയാണ് അവരുടെ ലക്ഷ്യം. മൂന്നാം തവണയും അധികാരത്തിലേറാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമായി ഇത്തരം വൈകാരിക വിഷയങ്ങളെ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ഒട്ടും നിരക്കാത്തതാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ ഷോകൾക്കിടയിൽ ഇല്ലാതാകുന്നത് സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ഒരു ജനതയുടെ സ്വപ്നങ്ങളാണ് എന്നത് നിങ്ങൾ മറന്നു പോകരുത്. സർക്കാർ സംവിധാനങ്ങളുടെ ഈ ഇഴച്ചിൽ പാവപ്പെട്ടവരോടുള്ള വെല്ലുവിളിയാണ്. ദുരിതാശ്വാസ നിധിയിലേക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ നൽകിയ സഹായം എവിടെ പോയി എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ ഭരണകൂടത്തിന് ഇന്നും ബാധ്യതയുണ്ട്. ചൂരൽമല നിവാസികളെ വാടക വീടുകളിൽ പട്ടിണി കിട്ടും വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ടും നടത്തുന്ന വികസനവാദങ്ങൾ പൊള്ളയാണ്. പിണറായി വിജയൻ സർക്കാർ തങ്ങളുടെ ഭരണാധികാരത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ച് ജനങ്ങളുടെ വേദന തിരിച്ചറിയാൻ തയ്യാറാകേണ്ടതുണ്ട്. രാഷ്ട്രീയ ലാഭത്തിനായി പാവപ്പെട്ടവന്റെ കണ്ണീര് വിൽക്കുന്ന ഈ ശൈലി ജനാധിപത്യത്തിന് അപമാനകരമാണ്. അവകാശങ്ങൾ ചോദിക്കുമ്പോൾ ധാർഷ്ട്യം കാണിക്കുന്നതിന് പകരം അത് കൃത്യസമയത്ത് എത്തിച്ചു നൽകാനുള്ള ഉത്തരവാദിത്തമാണ് ഒരു ജനാധിപത്യ സർക്കാർ കാണിക്കേണ്ടത്. അല്ലാതെ ഷോ കാണിച്ചുകൊണ്ട് ഒന്നും നേടാനായിരിക്കരുത് സർക്കാർ ശ്രമിക്കേണ്ടത്.